ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ അയർവേബി എന്താ ഈ പെട്ടിമ കയറിയിരിക്കണമെന്ന് വിചാരിക്കണില്ലേ? ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. അപ്പം എവിടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാറിലേക്ക് പോകാമെന്ന്. കാരണം എൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പം അതിൻ്റെ സെലിബ്രേഷനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം മൂന്നാറിലേക്ക് പോവാം, പോണ വഴി എറണാകുളം സ്റ്റേ ചെയ്യാം, അങ്ങനെ വലിയ പ്ലാനിങ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ വീട്ടിലിറക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അവന് ഫ്ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കാത്തിരുന്നപ്പോഴാണ് പറഞ്ഞത് ഈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇറങ്ങിക്കോ, നമ്മളാണ് ഫ്ലൈറ്റിൽ പോകാനുള്ളതെന്ന്. മൂന്നാറിലേക്ക് പോകാൻ വിചാരിച്ച ഞാൻ പോണത് എവിടേക്കാണെന്നറിയോ? ഡൽഹിയിലേക്ക്. ഇത്രയും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഇനി വേറെ ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ, ഇനി വേറെ ഇല്ല. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ് ഫ്ലൈറ്റ് കയറൽ, താജ്മഹൽ കാണൽ. ഞാൻ ഒരു രാത്രിയിൽ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ. അതെന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഇതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10:45 കേട്ടോ. അപ്പം ഞങ്ങൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ടൈമായി, ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ്. ഞാൻ ഒടുക്കത്തെ ഹാപ്പിയിലാണ് കേട്ടോ. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എൻ്റെ സന്തോഷം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിനും വളരെ ഹാപ്പിയായി. കാരണം ഞാൻ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് കുറേ സമാധാനമായി, ഹാപ്പി ആയല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. പിന്നെ ബേബീൻ്റെ കാര്യത്തിലൊരു പേടിയുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. അപ്പം എത്ര ആയാലും അവൻ്റെ ചെവി അടയോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഫീഡ് ചെയ്താൽ മതി, അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. ഏതായാലും ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി, അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവന് നല്ല കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഫ്ലൈറ്റിലുള്ള ആരും അവനെ ഉറക്കിയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അവൻ്റെ സൗണ്ടോട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്യാനായപ്പോഴാണ് എൻ്റെ ബേബി ഉണ്ട് ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള ടൈമായിട്ടോ. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. എൻ്റെ മുഖം കണ്ടാലും അറിയാലോ, കണ്ടില്ല, ഞാനും ബേബി ഹസ്ബൻഡ് എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ആക്കുന്നത് ബസ്സിലാണ് കേട്ടോ. കണ്ടില്ല, ഞങ്ങൾ വന്ന വിമാനമാണത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷവും കണ്ണീരും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അവിടെ ഡൽഹി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ തന്നെ ഞങ്ങൾക്ക് റൂമും ടാക്സിയും എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഡൽഹി വിശേഷമായിട്ട് നാളെ വരാം.